കേരളം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ അപകടങ്ങളിലൊന്നായ പെരുമൺ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 27 വർഷം. ഐലൻഡ് എക്സ്പ്രസ് പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടിക്കായലിലേക്ക് പതിച്ച് 105 ജീവനുകളാണ് പൊലിഞ്ഞത്. പെരുമണ്ണുകാർക്ക് ജൂലൈ 8 ഇന്ന് നടക്കുന്ന ഓർമ്മയാണ്. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന ഐലൻഡ് എക്സ്പ്രസ്. ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു അന്ന്. എഞ്ചിൻ പാലം കടന്നെങ്കിലും പിന്നിലെ ബോഗികൾ പാളം തെറ്റി. 10 ബോഗികൾ അഷ്ടമുടിക്കായലിലേക്ക് പതിച്ചു. ട്രെയിനിലുണ്ടായിരുന്ന 105 പേർ മരിച്ചു. 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നാട്ടുകാരുടെയും തൊഴിലാളികളുടെയും രക്ഷാപ്രവർത്തനത്തെ തുടർന്നാണ് ദുരന്തത്തിന്റെ ആഘാതം നിയന്ത്രിക്കാനായത്. എല്ലാ ജനങ്ങളും, കൊച്ചുകുട്ടികൾ മുതൽ വലിയ പ്രായം ചെന്നവർ വരെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഈ ജനങ്ങളുടെ ഈ ഒരു സഹകരണം കൊണ്ടാണ് അത്രയെങ്കിലും മരണസംഖ്യ കുറയാൻ സാധിച്ചത്. 1998 നടന്ന ദുരന്തം 27 വർഷം പിന്നിട്ടിട്ടും യഥാർത്ഥ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. ദുരന്ത കാരണം ചുഴലിക്കാറ്റെന്നായിരുന്നു റെയിൽവേയുടെ കണ്ടെത്തൽ. എന്നാൽ നാട്ടുകാർക്ക് ഈ അഭിപ്രായമില്ല. പെരുമണിൽ ടൊർണാഡോയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. തൊഴിലാളികളുടെ ഭാഗത്തും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു ഭാഗത്ത് ഉള്ള തെറ്റുകളാണ് ഈ സംഭവിച്ചത്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിയ ഈ ടൊർണാഡോ എന്ന ആ റിപ്പോർട്ട് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ജനങ്ങൾ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കൊല്ലം ഈസ്റ്റ് പോലീസിന് 2 വർഷം മുൻപ് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ആ അന്വേഷണവും എങ്ങും എത്തിയില്ല. അപകടത്തിന്റെ ദുരൂഹതകൾ മാറിയില്ലെങ്കിലും ഇന്നും പെരുമണ്ണുകാർ ഈ ദിനം മരണപ്പെട്ടവർക്ക് വേണ്ടി ആചരിക്കുന്നു. 27 വർഷം പിന്നിടുമ്പോഴും പെരുമൺ ദുരന്തത്തിന്റെ ഓർമ്മയിൽ തന്നെയാണ് ഈ നാട്ടുകാർ. ഓരോ ദുരന്തവും ഓർമ്മിക്കപ്പെടേണ്ടത് മറ്റു ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കൂടിയാണ്. ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.